ഹലോ, വെൽക്കം ബാക്ക്. ഇത് നല്ല സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട, ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ 2.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുകൊണ്ട് ദോശ ചുട്ടെടുക്കണം. ഒരു ബാറ്റർ കൊണ്ട് ഒരു 10 ദോശയെങ്കിലും ചുട്ടെടുക്കാം. ദോശ ചുട്ട് മാറ്റി വെച്ച ശേഷം ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ അതിൽ വറുത്ത് കോരിയെടുക്കുക. വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലും 1 കപ്പ് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ ചുട്ടെടുത്ത ദോശയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ദോശ ഓരോന്നും എടുത്തിട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ട് ഇങ്ങനെ ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുട്ടെടുത്ത ദോശ ഈ പാത്രത്തേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടിപ്പോയി, അതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ ചുട്ടെടുത്ത 10 ദോശയും ഇതുപോലെ ലെയർ ചെയ്തെടുത്തു. ഇനി ബാക്കി വന്ന ഒരു എഗ് മിക്സ് ഇതിൻ്റെ മേലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ വറുത്തെടുത്ത കാഷ്യൂം കിസ്മിസും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഈ ഒരു മിക്സ് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് സോസ് പാനിൽ റിങ് വെച്ചു. ഇതിങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 45 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം കുക്കായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പാനിലോട്ട് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം. അതുവരെ ബൈ.